നമ്മൾ പൊതുവേ മധുരപ്രിയരാണ് അല്ലേ? വല്ലാത്തൊരു ക്രേവിംഗ് ആണ് പലപ്പോഴും. പക്ഷേ കഴിക്കാം, പക്ഷെ അതിനൊരു നിയന്ത്രണം വേണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണം ചോറൊക്കെ കഴിക്കുന്നത് സാധാരണഗതിയിൽ പറയുന്നത് അങ്ങനെയല്ലേ ഡോക്ടറെ? സാധാരണഗതിയിൽ അതിൻ്റെ ഒരു പോർഷൻ മാത്രമായിരിക്കണം, ബാക്കി കറികൾ കൊണ്ട് നിറയ്ക്കണം എന്നാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ പ്രമേഹ ദിനത്തിൽ എന്തൊക്കെ ബോധവൽക്കരണ പരിപാടികളാണ്, എന്തൊക്കെയാണ് പുതിയ ആശയങ്ങളാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്? പ്രമേഹം എന്ന് പറയുന്നത് ഏർലി സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ദാഹം, അമിതമായിട്ട് വിശപ്പ്, വെയിറ്റ് ഗെയിനും ആവാം, വെയിറ്റ് കുറയുന്നതും ആവാം. ഇനി അതും അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് യൂറിനേഷൻ, ഇതൊക്കെയാണ് ആദ്യ ലക്ഷണങ്ങൾ. പിന്നീട് നമ്മുടെ ശരീരത്തിൽ തന്നെ കഴുത്തിൻ്റെ പുറകിലായിട്ട് കൈമുട്ടുകളിലൊക്കെ കറുത്ത കളറുകൾ, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. നേരത്തെ കൂട്ടിയിട്ട് ഡയബറ്റീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം ഡോക്ടറെ സമീപിച്ചിട്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100ൻ്റെ താഴേക്കാണ് നോർമൽ. പിന്നെ ഒരു ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് പറയണതാണ് ആവറേജ് ബ്ലഡ് ഷുഗർ HbA1c ഒരു 5.7 ആണ്. ഒരു ഡയബറ്റിക് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു പ്രീ ഡയബറ്റിക് എന്നുള്ളതിൻ്റെ ഒരു കട്ട് ഓഫ് ഒരു 6.5 വരെയും നമുക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ നല്ലപോലെ റിവേഴ്സൽ ഇല്ലാതാക്കാൻ തന്നെ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ മെയിനായിട്ട് ബോധവൽക്കരണം ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ പറയാറുള്ളത് ഡയബറ്റിക് ഡയറ്റ് ഫോളോ ചെയ്യാം. നമ്മളിപ്പോൾ മെയിനായിട്ട് മലയാളികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണ രീതി അൺഹെൽത്തി ആയതുകൊണ്ട് മാത്രമാണ് ഡയബറ്റീസ് കൂടുതൽ കാണുന്നത്. നമ്മൾ കൂടുതൽ അന്നജമാണ്, ചോറാണ് കൂടുതൽ കഴിക്കുന്നത്. സൈഡ് ഡിഷായിട്ട് മാത്രമാണ് അതേ അളവിൽ തന്നെ കഴിക്കേണ്ട വെജിറ്റബിൾസ് ഉപ്പേരിയായിട്ടും മെഴുക്കുവരട്ടിയായിട്ടും കറിയായിട്ടൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്ലേറ്റിനെ 4ആയി ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോർഷൻ 1/4 ഭാഗം മാത്രമാണ് നമ്മളതിന് അന്നജം എടുക്കുന്നത്. പിന്നെ 1/4 ഭാഗം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പരിപ്പ്, കടല, പയറുവർഗ്ഗങ്ങൾ, മീനാവാം, ഒരു ചെറിയ കഷ്ണം മീനൊക്കെ ആവാം. പിന്നെ 1/4 ഭാഗം എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വെജിറ്റബിൾസാണ്. പിന്നെ 1/4 ഭാഗം, പിന്നെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ചോദിക്കുന്ന ആർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് ഫ്രൂട്ട്സ് കഴിക്കാവോ. അതായത് ഫ്രൂട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം നാച്ചുറലി അത് സ്വീറ്റാണ്. അപ്പോൾ ഫ്രൂട്ട്സ് തീരെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു തെറ്റാണ്. കാരണം ഫ്രൂട്ട്സിൻ്റേതായിട്ടുള്ള ന്യൂട്രിയൻസ്, ഡയറ്ററി ഫൈബേഴ്സ്, ദഹനത്തിന് സഹായിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസ് എല്ലാം ഫ്രൂട്ട്സിലുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കണം. പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കേണ്ട നേരത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതായത് ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ്, ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ഷുഗർ കൂട്ടാനുള്ള ആ ഒരു പാരാമീറ്ററാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. അതായത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന നമുക്ക് ഏറെ ഇഷ്ടമുള്ള മാങ്ങ, ചക്ക എന്നുള്ളതിലൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്. അത്തരം ഫലങ്ങൾ കുറച്ച് അളവ് കുറച്ച്, തീരെ കഴിക്കേണ്ടെന്ന് ഒരിക്കലും പറയില്ല, ഒരു കഷ്ണമൊക്കെ ആയിട്ട് കുറയ്ക്കാം. എന്നാൽ നല്ല സേഫായിട്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സാണ് പ്രത്യേകിച്ച് ഗ്രീൻ ആപ്പിൾ, അവക്കാഡോ, കിവി ഫ്രൂട്ട്, പഴം കഴിക്കാം. പിന്നെ പൈനാപ്പിൾ, ഗ്രേപ്സ്, പപ്പായ പോലെയുള്ള ഫലങ്ങളിൽ നല്ല പോലെ പഴുത്ത് നല്ല മധുരം കൂടിയ ഇത് ഡയബറ്റിക് പേഷ്യൻസ് ചാൻസ് ഉള്ളവർ ഒന്ന് കുറയ്ക്കുക. നേരെ തിരിച്ച് അമിതമായി പഴുക്കാത്ത കുറച്ച് മധുരം കുറഞ്ഞ ഈ സെയിം ഫ്രൂട്ട്സ് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം അത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ശ്രദ്ധയാണ് ഡയബറ്റിക്സിൽ മെയിനായിട്ട് വേണ്ടത്.